അപ്പോൾ ഗായ്സ് നമ്മൾ സ്നോയിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് ഗായ്സ് എന്ത് രസമല്ലേ ഈ മഞ്ഞിങ്ങനെ കളിക്കാൻ. ആൻഡ് ഒത്തിരി സന്തോഷം തോന്നുന്നു ഇവിടെ വന്നിട്ട് ഈ മഞ്ഞത്തിങ്ങനെ ഇരിക്കാനും മഞ്ഞ് കൊണ്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. ലൈക്ക് മഞ്ഞിങ്ങനെ വാരി വിതറാൻ തോന്നുവാണ്. അതുപോലെ മഞ്ഞുണ്ട് ഇവിടെ. ആൻഡ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഈ സ്നോയിലൊക്കെ വന്നിരുന്ന് ഇതുപോലെ ഈ സ്നോയൊക്കെ ഇങ്ങനെ എടുത്ത് ബോളൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പടത്തിലൊക്കെ. പക്ഷേ ഇപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു ലൈക്ക് ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ. ആൻഡ് എൻ്റെ മോനെ ഒത്തിരി സന്തോഷം തോന്നുന്നു ഈ മഞ്ഞത്തിങ്ങനെ കളിക്കാൻ. ആൻഡ് എന്ത് രസമാണല്ലോ ഈ മഞ്ഞ് കാണാൻ. ഈ മഞ്ഞിങ്ങനെ എത്ര കാലം കൂടെ ഈ മഞ്ഞ് ഇവിടെ, എനിക്ക് തോന്നുന്നു കുറച്ച് 2 മാസം കൂടെ കഴിയുമ്പോഴത്തേനും കുറേ മെൽറ്റായി തീരും. ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ വന്നത് ഏപ്രിൽ മാസം ആയതുകൊണ്ടാണ് ഇത്രയും കുറവ്, അല്ലെങ്കിൽ ഇവിടെ ഫുൾ മഞ്ഞാണ്. പക്ഷേ എനിക്ക് ഈ ഒരു സ്ഥലം കംഫർട്ടബിളായി തോന്നി. ഈ ഒരു അവസ്ഥ ലൈക്ക് അടിപൊളിയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ആൻഡ് അത് രസമല്ലേ. I love this place. ഹലോ അപ്പോൾ നമ്മൾ സിസു, അടൽ ടണൽ തുടങ്ങിയ സ്ഥലങ്ങളിലോട്ടുള്ള യാത്രയിലാണ്. സോ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഈ ഒരു സ്ഥലങ്ങളിലോടൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴാണ് അതിനൊക്കെ ഒരു അവസരം വരുന്നത്. അപ്പോൾ എന്ത് രസമല്ലേ ഈ കാഴ്ചകളൊക്കെ കാണാൻ. ചുറ്റും മഞ്ഞ് മൂടി കിടക്കുന്ന മലകളും പിന്നെ ഈ നദിയും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ഇവിടെ കുറച്ച് നേരം ഇവിടെ നിന്ന് ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വെച്ചിട്ടോ. ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീല് തോന്നുന്നു. ആൻഡ് ഇതിലുള്ള യാത്രക്കിടെ ഞാൻ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ആൻഡ് സമയം എടുത്ത് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഈ ഒരു നദിയൊക്കെ കാണുമ്പോൾ എന്ത് രസമല്ലേ. മൊത്തം പാറക്കൂട്ടങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മൊത്തം ഉള്ളത്. ആൻഡ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേന് ഈ ഐസൊക്കെ മെൽറ്റാവും. ഇവിടെ നല്ല രീതിയിൽ വെള്ളം പോകും കേട്ടോ. നല്ല കുത്തൊഴുക്കുണ്ടാവും എന്നാണ് സമീപവാസികളൊക്കെ പറയുന്നത്. ആൻഡ് ആ കാണുന്ന മലകളിലോട്ടാണ് ഇനി യാത്ര. എപ്പോൾ എത്തുന്നതെന്ന് അറിയത്തില്ല. ഒരു 2 മണിക്കൂറത്തേക്കുള്ള യാത്ര ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന്. അപ്പം അവിടുത്തെ കാഴ്ചകളായിട്ട് കാണാം. സിസുവിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ യാത്രയ്ക്ക് ഇടയിൽ കാണുന്ന റോഡിലെ മനോഹരമായ കാഴ്ചകളാണിത്. എന്ത് രസമാണെന്നോ, ചുറ്റും മലകളും റോഡും ഇങ്ങനെ. ഓ മൈ ഗോഡ്, ഈ ഒത്തിരി ഇഷ്ടമായി ഇതിലൂടെയുള്ള യാത്ര. ഇതിലെ വണ്ടി ഓടിച്ച് പോകാൻ തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ആൻഡ് നിങ്ങൾക്ക് ഇതിലെ വരുവാണെങ്കിൽ ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒത്തിരി വളരെ മനോഹരമായ കാഴ്ചകളാണ് വഴിയിൽ കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ടോ എന്ത് രസമല്ല ഈ ഒരു കാഴ്ചകളൊക്കെ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചകളാണ്. ചുറ്റും മരങ്ങളും ലൈക്ക് പ്രകൃതിയുടെ എല്ലാ സംഭവവും നമുക്ക് കാണാൻ പറ്റും. നദിയുണ്ട്, മഞ്ഞ് മൂടി കിടക്കുന്ന മലകളുണ്ട്, എല്ലാം ഉണ്ട്. ഒത്തിരി ഇഷ്ടമായി ഇത് കാണുമ്പോഴും ഇതിലുള്ള യാത്രയൊക്കെ. ഞാൻ ഒരിക്കലും വിചാരിച്ചു പോലുമില്ല ഇങ്ങനെ ഇതിലെ വരാൻ പറ്റുമെന്നും ഈ ഒരു യാത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നൊന്നും. പക്ഷേ എന്തോ അതിനുള്ള ഭാഗ്യം കിട്ടി. ഒത്തിരി സന്തോഷം തോന്നുന്നു. ആൻഡ് ഇനിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. ആൻഡ് വലിയ രാവിലെ പോകാത്തതിൻ്റെ കാരണം ആ ഒരു തണുപ്പൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയായിരുന്നു. രാവിലെ നല്ല തണുപ്പാണ്. സോ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു 3 ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര ഡ്രസ്സൊക്കെ ഒരുമിച്ചിടുന്നത്. ആൻഡ് ഇനിയും പോകുന്ന വഴി കൂടെയുള്ള കാഴ്ചകളുമായി കാണാം. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ യാത്ര. മഞ്ഞ് മലകളൊക്കെ കാഴ്ചകളിലൂടെ ആണ്. അത്ര മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇതുവരെ വണ്ടി പിടിച്ചിട്ടില്ല. രസമല്ലേ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ. നല്ല ഗട്ടറുള്ള വഴിയാണ്, നല്ല കുണ്ടും കുഴിയാണ്. സോ ഫോണൊക്കെ ഇപ്പം അടിച്ച് നിലത്ത് പോയാനിട്ട്. ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട്.
ഗായ്സ് ഈ റോഡിലൂടെയുള്ള യാത്ര എൻ്റെ അമ്മോ എന്ത് രസമാണ്. ചുറ്റും ഇങ്ങനെ പാറക്കൂട്ടങ്ങളും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് ഹിമനിരകളിങ്ങനെ കാണാം. ആൻഡ് ചിലയിടത്ത് നല്ല പച്ചപ്പുണ്ട്, ചിലയിടത്താണെങ്കിൽ മഞ്ഞ് കൊണ്ടിങ്ങനെ മൂടിയിരിക്കുകയാണ്. ആൻഡ് ഇങ്ങനെ കുറേ പുതിയ പുതിയ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞിൻ്റെ സൈൻ ബോർഡ്, പാറ വീഴുന്നതിൻ്റെ സൈൻ ബോർഡ്. അപ്പോൾ നമ്മുടെ അടൽ ടണൽ എത്താറായി. 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചുറ്റും എത്താറായപ്പോൾ തന്നെ മഞ്ഞൊക്കെ കാണാൻ ഒരു അടിപൊളി മൗണ്ടെയിൻ കണ്ടു കേട്ടോ. തൊട്ടടുത്തു നിന്നാണ് ഇത്ര കാണുന്നത്. മഞ്ഞൊക്കെ ഉരുകാൻ തുടങ്ങി. പഴയ മഞ്ഞാണ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത്. മൊത്തം മോശമെന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അട്ടൽ ടണൽ എത്താറായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അട്ടൽ ടണൽ എത്താറായപ്പോൾ തന്നെ ചുറ്റും മഞ്ഞൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അട്ടൽ ടണലിലൂടെയുള്ള യാത്രയാണ് ഇനി. ആൻഡ് വി ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്. യാ, അട്ടൽ ടണൽ. എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും ലൈക്ക് ആഗ്രഹിക്കുന്ന ഒരു യാത്ര തന്നെ ഈ അട്ടൽ ടണലിലൂടെയുള്ള യാത്ര. കാരണം അത്ര ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്ന ഒരു യാത്ര എന്നാണ് പറയുന്നത്. സോ അതിന് ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട്. അതിങ്ങനെ മഞ്ഞൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഫോട്ടോ എടുക്കുക. Oh my god. And here comes my dream. എന്ത് രസമാണല്ലേ എൻ്റെ മോനെ. എൻ്റെ അടുത്തോടെ ഇങ്ങനെ മഞ്ഞ ആൾക്കാർ ക്ലിയർ ചെയ്യുന്നതാണ്. ഞാൻ അടൽ ടണൽ, അപ്പോൾ നമ്മൾ അടൽ ടണലിലോട്ട് കയറിയിരിക്കുകയാണ്. ഗായ്സ് ഈ ടണലിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ, വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. 9 കിലോമീറ്റർ ഉണ്ട് ഏകദേശം മൊത്തത്തിൽ ഈ ടണലിൻ്റെ ദൂരം. മണാലിനെയും കൈലോങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ടണൽ ഉണ്ടാക്കിയത് തന്നെ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരമുള്ളൊരു ടണലിനകത്തൂടെ വണ്ടി ഓടിച്ച് പോകുന്നത്. എവിടെ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. 40 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡൊക്കെ കാണിക്കുന്നത്. ആൻഡ് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇതിനകത്തൂടെ. എനിക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എക്കോയൊക്കെ ഇങ്ങനെ അടിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാനിതിൻ്റെ എൻ്റെ എപ്പോഴാന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് വേറെ ഒരു കണക്ഷനും ഇല്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് വെട്ടം കാണുന്നുണ്ടോയെന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഡിസ്റ്റൻസ് കുറയുന്ന ബോർഡുകളൊക്കെ കാണാം. 4 കിലോമീറ്റർ, 3 കിലോമീറ്റർ അങ്ങനെ. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. അതിൻ്റെ ഒരു എൻഡിങ് കുറേ നേരമായി ഓടിക്കുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇതിനകത്തോടെ ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങിയിട്ട് അത്രയും സമയമായി ഗൈസ്. ആൻഡ് ഫൈനലി വെളിച്ചം കാണുന്നുണ്ട്. സംഭവം എത്തി. നമ്മൾ പുറത്തോട്ട് കടക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തെ ലോകം എന്ന് പറയുന്നത്, അടൽ ടണലിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ ഫുൾ മഞ്ഞാണ് ഗൈസ്. രക്ഷയില്ല. കണ്ടോ എന്ത് രസമല്ലേ കാണാൻ. ഓ മൈ ഗോഡ്. ആ വെളിച്ചം ഇങ്ങനെ വരുന്നു, ചുറ്റും മഞ്ഞിങ്ങനെ ഇരു സൈഡിലായിട്ട്. ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ അടൽ ടണൽ കഴിഞ്ഞെത്തി. അടൽ ടണൽ കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ മൊത്തം മഞ്ഞാണ്, മഞ്ഞിൻ്റെ ബഹളമാണ്. ആൻഡ് എവിടെയൊക്കെ പോയി ഇറങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ ഇറങ്ങണം. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ നല്ല സൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ബൂട്ട്സൊക്കെ മേടിച്ച് അവിടെ ഇറങ്ങി മഞ്ഞൊക്കെ ഒന്ന് ആസ്വദിക്കണം. അട്ടൽ ടണലിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്നോ ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല സ്നോ ഉണ്ട്, ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ. എല്ലാവരും ലൈക്ക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ആക്ടിവിറ്റീസിലാണ്. സ്ലൈഡ് ചെയ്യുന്നവരുണ്ട്. ആൻഡ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ചെയ്യുന്നവരുണ്ട്. ആൻഡ് സൈഡിൽ കൂടെയൊക്കെ ഈ ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലങ്ങളാണ്, ബൂട്ട്സും ഡ്രസ്സും. കാരണം നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇവിടെ വരുമ്പോൾ അത് റെൻറ്റിന് എടുക്കാവുന്നേ ഉള്ളൂ. ലൈക്ക് 250 അത്രയ്ക്ക് ആകത്തുള്ളൂ ഇതിൻ്റെ എമൗണ്ട്. സോ ആളുകൾ ഇവിടെ വന്നിട്ട് ലൈക്ക് കണ്ടോ, സ്കീ ചെയ്യുന്നവരുണ്ടോ, സ്ലൈഡിങ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകളെ കണ്ടു ഗൈസ്. എല്ലാവരും എന്ത് ഹാപ്പിയാണെന്ന് നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നോ കൊണ്ട് ബോളെടുത്ത് എറിയുന്ന കുഞ്ഞി പിള്ളേരെയൊക്കെ കാണായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല കമ്പനി ആയിരുന്നു. ഓടി വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ആൻഡ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞാനാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റഡ് ഉണ്ട്. കണ്ടോ ക്യാമറ വരെ വിറയ്ക്കുകയാണ്. ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു സ്റ്റെബിലിറ്റി പോലും കിട്ടുന്നില്ല. കൈയൊക്കെ അതുപോലെ വിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി സന്തോഷം തോന്നുന്നു ഇവിടെ ഇങ്ങനെ വരുമ്പോൾ.
ഞാൻ ഇങ്ങനെ മഞ്ഞിങ്ങനെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മഞ്ഞ് മഞ്ഞത്ത് ഇങ്ങനെ കളിക്കാൻ എന്ത് സുഖമാണ് ഇവിടെ ഇങ്ങനെ കിടക്കാൻ മഞ്ഞത്ത്. ആൻഡ് ഈ ആകാശത്തോട്ട് നോക്കി സൃഷ്ടിയൊക്കെ ഇങ്ങനെ കണ്ട് എന്ത് രസമാണ്. എനിക്ക് ലൈക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു ഇവിടെ വന്നപ്പോഴും, ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചതിലൊക്കെ. ആൻഡ് എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഗായ്സ്. ഇനി ഇതിലിങ്ങനെ സ്ലൈഡ് ചെയ്ത് വേണം ഇറങ്ങാൻ താഴോട്ട്. ആൻഡ് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ എന്ത് പറയാനാ, ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് തോന്നുന്നത് ഇവിടെ വരുമ്പോഴും. ഇനി ഇവിടെ ഇരുന്ന കുമാരൻ്റെ ഫോൺ കൊണ്ട് പോകും. സോ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ഗായ്സ് ഇങ്ങനെ അടട്ടണലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബംഗാളി ഫാമിലിനെ കാണുന്നത്. അവരുമായിട്ട് നല്ല കമ്പനി കേട്ടോ. ആൻഡ് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയതാണ് ഇവനെ. എന്ത് രസമല്ലേ. ആ പുള്ളി ഒരു പ്രഭാവ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. ഇയാൾ പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഭയങ്കര വൈബായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ഗെയിമൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവർക്കാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മളുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ വേണ്ടി. സോ ഞങ്ങളിങ്ങനെ 2 ടീമൊക്കെ ആയിട്ട് ത്രോ ബോൾ ചെയ്ത് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഗായ്സ്. ആൻഡ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ ബോളൊക്കെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിച്ച ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥ, വല്ലാത്തൊരു ഫീൽ, എക്സൈറ്റ്മെൻറ്റ്. എൻ്റെ മോനെ സീനാണ് കേട്ടോ ഈ ഫാമിലി, രക്ഷയില്ല. ഈ ഒരുപാട് സിനിമയിലൊക്കെ കണ്ട് കൊതിയായിട്ടുള്ളൊരു രംഗമാണ് കേട്ടോ ഇങ്ങനെ മഞ്ഞത്ത് ഐസ് ബോൾ ഉണ്ടാക്കുന്നത് ആൻഡ് എറിയുന്നതൊക്കെ. ആൻഡ് എന്തോ ഭാഗ്യത്തിന് ഈ പൊളി ഫാമിലിനെ കണ്ടു. ആൻഡ് അവരുടെ കൂടെ ഉള്ള ഈ ഗെയിം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. എന്ത് രസമായിരുന്നു അറിയാം, ഇങ്ങനെ പ്രഭവും വൈഭവും എല്ലാവരും ഇങ്ങനെ ഒരേ വൈബ്. ഇത്ര ജോളിയായിട്ടുള്ളൊരു ഫാമിലീനെ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. നല്ല രസമായിരുന്നു അവരുടെ കളിക്കാനും ടീമായിട്ട് കളിക്കാനും എല്ലാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗായ്സ് എൻ്റെ അമ്മോ അടിപൊളിയായിരുന്നു കേട്ടോ സ്നോയിലെ ഓരോരോ കാര്യങ്ങൾ. സോ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് റോത്താങ് പാസിലോട്ട് പോകാൻ വേണ്ടി നോക്കുവാണ്. അറിയത്തില്ല റോഡ് ഓപ്പൺ ആയോ എന്ന്, പക്ഷേ ഒന്ന് പോയി നോക്കാമല്ലേ. പോയി നോക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. സോ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ആൻഡ് നോക്കിയേ സൈഡിൽ കൂടെയൊക്കെയുള്ള ഐസുകൾ നോക്കിയേ, എന്ത് രസമല്ലേ കാണാൻ. ആൻഡ് റോട്ടിലൊക്കെ ചിലയിടത്ത് ഐസ് കട്ടകൾ ഇങ്ങനെ കാണാം കേട്ടോ. അറിയത്തില്ല, ഒരു ഉറപ്പും ഇല്ല അങ്ങോട്ട് കടത്തി വിടുമോ ഇല്ലയോ എന്ന്. കാരണം ഐസ് ഇങ്ങനെ റോട്ടിൽ കിടക്കുന്നതുകൊണ്ട് പോലീസ് വഴി ഇങ്ങനെ സ്റ്റോപ്പ് ആക്കുമെന്ന് കേട്ടായിരുന്നു വഴിയിൽ വെച്ച്. പക്ഷേ എനിക്കറിയത്തില്ല, ചിലപ്പോൾ മെയ് മാസത്തോടെയൊക്കെ തുറന്നു കൊടുക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. ചിലപ്പോൾ തുറന്ന് കിടക്കുമായിരിക്കാം, പക്ഷെ ഒരു ഉറപ്പുമില്ല. ചുമ്മാ പോകുന്നിടം വരെ പോകാമെന്നുള്ള ഒരു വിശ്വാസത്തിൽ അങ്ങ് പോവുക കേട്ടോ. ആൻഡ് ഇതുവരെ എവിടെയും സ്റ്റോപ്പ് ബാരിയേഴ്സ് ഒന്നും കാണുന്നില്ല. സൈഡിലൊക്കെ നോക്കി ആൾക്കാരിങ്ങനെ സ്നോ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരുണ്ട്, മൊത്തം കുറേ ഫാമിലീസിനെ കണ്ടു. ആൻഡ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെയൊക്കെ മൊത്തം ഐസാണ്. ബ്രേക്ക് പിടിച്ചെങ്കിൽ വണ്ടി തെന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, തെന്നിയിരിക്കും. സോ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതുവരെ ആരും ചെക്കിങ്ങിന് വന്നിട്ടില്ല. ആൻഡ് അങ്ങ് ദൂരെ ഗൈസ്, അങ്ങ് ദൂരെ ആരൊക്കെയോ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അവിടം വരെ ആയിരിക്കും നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനങ്ങനെ വിചാരിക്കുന്നു. കാരണം അവിടുന്ന് പോലീസുകാരെ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സൈഡിലൊക്കെ എത്രയോ വണ്ടികളാണ്, ടാക്സികൾ കുറേ കാണാം. ആൻഡ് ATV റൈഡേഴ്സിനെ കാണാം. അതിനൊക്കെ അത്യാവശ്യം നല്ല പൈസയാണ് ATV ഒക്കെ ഇവിടെ റൈഡ് ചെയ്യുന്നതിന്. ആൻഡ് കൂടുതലും ഈ ടാക്സിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ അതുപോലെ കത്തി പൈസയാണ് അവർ മേടിക്കുന്നത്. ആൻഡ് സോ എപ്പോഴും ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 2 വീലർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓ മൈ ഗോഡ്, പെട്ടു ഗൈസ്, അവർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുവാണ്. ആൻഡ് ഹിമാചൽ പോലീസാണ്. സോ എൻ്റെ
ക്യാമറ ഒക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. സോ ഇവിടം വരെ ഉള്ളൂ. ഞാൻ ചുമ്മാ പറ്റുന്ന രീതിയിലൊക്കെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സോ റോത്താങ് പാസിൻ്റെ കാര്യത്തിൽ തീരുമാനം, ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. സോ നമ്മൾ പുതിയ റൂട്ട് അങ്ങ് എടുക്കാൻ പോവാണ്. ഈ റൂട്ട് എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും പരിചയമുള്ളതാണ്. ഒരുപാട് സിനിമയിലൊക്കെ കാണുന്നൊരു റൂട്ടാണ്. ഇത് മറ്റെങ്ങോട്ടും അല്ല, നമ്മുടെ ലേഹ് ലഡാക്കിലോട്ടുള്ള വഴിയാണ്. ഇവിടുന്ന് ലേഹ് ലഡാക്കിലോട്ട് ഏകദേശം 500 സംതിങ് കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അത്രയും പോകാനുള്ള ഒരു സമയം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ടാൻഡിക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങോട്ടാണ് യാത്ര. ആൻഡ് കണ്ടോ, വഴിയിലൊക്കെ എത്രയോ സഞ്ചാരികളാണ് ഇങ്ങനെ ഈ മനോഹരമായ ഈ ദൃശ്യം കാണാൻ വേണ്ടി ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. എന്ത് രസമല്ലേ ഈ മലകൾ നിരകളൊക്കെ ഇങ്ങനെ കാണാൻ. നല്ല വെളുത്ത കളറിൽ ഇങ്ങനെ മഞ്ഞ മലകൾ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. എന്ത് രസം, ഓരോരോ ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ ഓരോരോ ഭംഗിയാണ് മലകൾക്ക്. ആൻഡ് ഇതിലെ ഈ വഴി കൂടെയൊക്കെയുള്ള യാത്ര സ്വപ്നമായിരുന്നു എൻ്റെ. ആൻഡ് ഒത്തിരി സന്തോഷം തോന്നി ഇപ്പോൾ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമ്പോൾ. ഏകദേശം ഇവിടുന്ന് ഒരു 65 കിലോമീറ്റർ ഉണ്ട് ടാൻഡിക്ക്. സെയിം കാഴ്ചകളാണ് നമ്മളിങ്ങനെ ലഡാക്കിലോട്ട് പോകുന്ന വഴിയിലുള്ള അതേ കാഴ്ചകളാണ്. ഇങ്ങനെ നല്ല വളവും തിരിവൊക്കെ ആയിട്ട് ഒത്തിരി നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ആത്മസംതൃപ്തി. ആൻഡ് ഇതിൻ്റെ താഴെക്കൂടെ ഇങ്ങനെ പ്രൊട്ടക്ഷൻ ബാരിയേഴ്സ് ഒന്നും ഇല്ല. ജസ്റ്റ് വണ്ടി പോയാൽ നമ്മൾ കൊക്കേ വീഴും, ഒന്നും നോക്കാനില്ല, പിന്നെ ഒന്നും കിട്ടത്തില്ല. ആൻഡ് വളരെ സൂക്ഷിച്ച് വേണം ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ. ആൻഡ് ഇങ്ങനെ സൈൻ ബോർഡുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും, ഇങ്ങനെ പാറക്കൂട്ടങ്ങളൊക്കെ വീഴാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാ വശത്തും കണ്ണോടിച്ചിട്ട് വേണം ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടി. ആൻഡ് ഭയങ്കര സ്പീഡിലൊന്നും പോയിട്ട് കാര്യമില്ല. ഒരുപാട് രസകരമായ ബോർഡുകൾ നമുക്ക് ഈ പോകുന്ന വഴി കൂടെ കാണാൻ കേട്ടോ. നമ്മളൊക്കെ കുറേ സ്പീഡിൽ പോയെന്ന് വിചാരിച്ച് ഇച്ചിരി സമയം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ജീവിതം ഒന്നേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള കുറേ പ്ലക്കാർഡ്സ്, ബോർഡുകൾ, ഓഷൻ സയൻസ് ഒക്കെ നമുക്കിവിടെ കാണാം. എന്ത് രസമാണ് നോക്കി ആ മല കാണാൻ. ഞാനിങ്ങനെ അത് തന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ. ഒത്തിരി വല്ലാത്തൊരു ഫീലാണ്. അത് നമ്മൾ ഇതിലൂടെ വണ്ടി ഓടിച്ചാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന, ഇതിലൂടെ വണ്ടി ഓടിച്ച ഒരാൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ സെയിം ഫീല് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ടാൻഡിയിലോട്ടുള്ള യാത്രക്കിടയിൽ നമ്മൾ ഏതോ ഒരു ഗ്രാമത്തിലോട്ട് കയറിയിട്ടുണ്ട്. പെട്രോൾ അടിക്കണം, പെട്രോൾ തീരാറായി. 2 ബാറും കൂടെ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ല. സോ ഞാനിങ്ങനെ ഒരു പെട്രോൾ പമ്പ് ഇങ്ങനെ നോക്കുകയാണ് 2 വശങ്ങളിലാടെ. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, പ്രതീക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ ടാൻഡി അടുത്തെത്താറാൻ തോന്നുന്നു. നല്ല രസകരമായ കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ചുറ്റും കാണാം. ഒരുപാട് മരങ്ങളുണ്ട് ഇപ്പോൾ ചുറ്റും. ആൻഡ് എത്ര നേരം ഇങ്ങനെ വിജനമായി കിടക്കുന്ന ഒരു സൈഡിൽ കൂടെയായിരുന്നു ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ ഫേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമല്ലേ നമ്മുടെ നാച്ചുറിൻ്റെ ഫേസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ. ഒരു വശത്ത് ഇങ്ങനെ വിജനമായി കിടക്കുന്നു, പെട്ടെന്ന് കുറച്ച് സ്ഥലം കൂടെ കഴിയുമ്പോഴത്തേനും നല്ല പച്ചപ്പൊക്കെ കാണുന്നു. ആൻഡ് ഒരുപാട് വീടുകൾ കാണാം. ഇവിടുത്തെ ഗ്രാമങ്ങളിലെ വീടുകൾ എന്ന് പറയുമ്പോൾ വീട് കാണുന്നിടത്ത് ഒരുപാട് വീടുകളുണ്ടാകും. പക്ഷേ അല്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കും. ഇങ്ങനെ ഗ്രാമവാസികളൊക്കെ അവരുടേതായ കാര്യങ്ങളിൽ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇങ്ങനെ ഓരോ അവരുടെ ബിസിനസ്സൊക്കെ നമുക്ക് കാണാം. അവരിങ്ങനെ അവരുടെ ഉപജീവനത്തിന് വേണ്ടി തുടങ്ങിയ ചെറിയ ചെറിയ കടകളുണ്ട് റോഡിൻ്റെ സൈഡിൽ. ഇങ്ങനെ ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് അവരവരുടെ ജീവിതം സൂപ്പറായിട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്ത് രസമല്ലേ ഈ മലനിരകളൊക്കെ കാണാനും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും. ആൻഡ് വല്ലാത്തൊരു ഫീലാണ് ഈ പെട്ടെന്ന്. നമുക്കിവിടെ നാട്ടിലൊന്നും അങ്ങനെ ഈ മഞ്ഞുമലകളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും ആദ്യമായിട്ട് മഞ്ഞുമല കാണുന്നതിന് ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിങ്ങനെ പറയുന്നത്. വേറൊന്നും തോന്നരുത് കേട്ടോ. ടാൻഡിയിലെ മനോഹരമായ കാഴ്ചകളാണ്. താഴോട്ട് നോക്കുമ്പോഴുള്ള ആ ഒരു വില്ലേജിൻ്റെ വ്യൂ കണ്ടു, എന്ത് രസമല്ലേ. ഒത്തിരി സന്തോഷം തോന്നുന്നു ഇവിടെ വരെ വന്ന് നല്ല കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചതിൽ. നമ്മുടെ എന്തോ വല്ലാത്തൊരു ഗൂസ് ബംസ് അടിക്കുന്നുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായ തിരിച്ചു വരുന്ന വഴിക്കുള്ള ഒരു മനോഹരമായ വില്ലേജാണിത്. സിസു എന്നാണ് പേര്. ഒരുപാട് ഫേമസ് ആണ്. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സ്നോ ആക്ടിവിറ്റീസിന് വേണ്ടിയൊക്കെ ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്രോസൺ ആയിട്ടുള്ളൊരു ലേക്ക് ഉണ്ട്. നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിലൊരു ഫ്രോസൺ ലേക്കൊക്കെ നേരിട്ട് കാണുന്നത്. ഞാൻ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ആ ലൊക്കേഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടുന്നാണ് എൻ്റെ ഡ്രസ്സൊക്കെ വാടകയ്ക്ക് മേടിച്ചതും. ഏകദേശം 300 രൂപയായി മൊത്തം സ്നോ ഡ്രസ്സ് ഇവിടുന്ന് ഒരു സെറ്റായിട്ട് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തപ്പം.
ആൻഡ് ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നോക്കി മലനിരകളൊക്കെ നോക്കി, അവിടുന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ സ്ലൈഡൊക്കെ ചെയ്ത് വരുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. കുറേ സ്നോ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും നല്ല പൈസയാണ്. ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കണം ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ. ഞാനതുകൊണ്ട് അധികം ആക്ടിവിറ്റീസിനൊന്നും പോയില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ അവിടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സ്നോ ബോൾ എറിഞ്ഞ് കളിക്കുക, തന്നെ സ്ലൈഡ് ചെയ്ത് കളിക്കുക, ഒക്കെ നമ്മുടേതായ ഓരോ കാര്യങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റില്ല. നമുക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ അങ്ങനെയാണ് ഞാൻ എൻജോയ് ചെയ്തത്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. ഓരോ ആക്ടിവിറ്റീസിനും അങ്ങനെ ക്യാഷ് കൊടുത്ത് പോയില്ലെങ്കിലും അല്ലാണ്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വന്ന് ഈ ഫ്രോസൺ ലേക്കൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത് എനിക്കതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. നല്ല ഗട്ടറാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറയൊക്കെ നല്ലോണം ഷെയ്ക്ക് ആവുന്നുണ്ട്. ആൻഡ് അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മണാലി യാത്രകൾ. ആൻഡ് ഇനി പുതിയൊരു സ്ഥലത്ത് പുതിയൊരു കാഴ്ചകളുമായിട്ട് കാണാം വീണ്ടും. ബൈ.